നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ അഥവാ സഹനത്തെ എന്നു മുതൽ അംഗീകരിക്കുകയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നുവോ അന്നു മുതൽ നമ്മിലേക്ക് ആത്മാഭിഷേകം ഒഴുകുവാൻ തുടങ്ങുന്നു. യേശുവിൻ്റെ ആത്മീയതയിൽ നാം പങ്കുചേരണമെങ്കിൽ നമുക്ക് ദാരിദ്ര്യവ്രതം ഒരു പരിധിവരെ ആവശ്യമാണ് എന്ന് നാം അറിയുന്നു. അതിനാൽ അവിടുത്തോട് ചേർന്ന് ഇനി മുതൽ സഹനങ്ങളെ സന്തോഷത്തോടെ കാണുവാനും കൃപയിൽ പങ്കുകാരാകുവാനും പരിശ്രമിക്കാം. എന്തിനാണ് അഭിഷേകം ചെയ്തത്? അവിടെ വാസ്തവത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ ഇനി പ്രത്യേക ഒരു നിറയൽ വേണോ? യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ ആത്മാവിലൂടെയല്ലേ ജനിച്ചത്? ത്രിത്വത്തുമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് എന്താ അഭിഷേകം വേണ്ടത്? അപ്പോൾ എന്താണ് അവിടെ അഭിഷേകം എന്ന് പറയുന്നത്? അവിടെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമായ കുരിശ് ചുമക്കൽ, പീഡ സഹിക്കൽ, തിരസ്കരണം, ഇത് സ്വീകരിക്കാൻ തക്കതായ ഒരു ശക്തി യേശുവിലേക്ക് ദൈവം അഭിഷേകമായി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്ന് മുതൽ യേശു സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങുന്നത് ഇതാണ്: എനിക്ക് ഇനിയും ഒരു മാമോദീസ സ്വീകരിക്കാനുണ്ട്. രക്തത്തിൻ്റെ മാമോദീസ, സഹനത്തിൻ്റെ മാമോദീസ. എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. ശ്രേഷ്ഠന്മാരും പ്രധാന പുരോഹിതന്മാരാലും ശ്രേഷ്ഠന്മാരാലും സ്വജനത്താലും ഞാൻ തിരസ്കരിക്കപ്പെടണം, മരിക്കണം, എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് പ്രഘോഷിക്കാൻ പറ്റുന്നത് അവിടെ ദൈവം ഒരു അഭിഷേകം കൊടുത്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത് ഒരുവന് രക്ഷാകര ദൗത്യത്തിൽ, അവന് ഈ ഭൂമിയിൽ രക്ഷാകര ദൗത്യവും യേശുവിൻ്റെ രക്ഷാകര ദൗത്യവുമായിട്ട് ഒരുമിച്ചുള്ള ദൗത്യം നിർവഹിക്കുന്നതിനാവശ്യമായ, യേശുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകുന്നതിനാവശ്യമായ ആ സഹനം സ്വന്തം ജീവിതത്തിൽ നടത്തുന്നതിനും സ്വീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. മറ്റുള്ളവരെല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള അപ്പസ്തോലന്മാരും മറ്റ് പ്രധാന ശിഷ്യന്മാരെല്ലാവരും കുരിശ് ചുമക്കുന്ന ഘട്ടം വന്നപ്പോൾ എല്ലാവരും പോയി. ആബാലവൃദ്ധം ജനങ്ങൾ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിയപ്പോഴും യേശു നടത്തിയ അത്ഭുതങ്ങൾ കണ്ടപ്പോഴും യേശുവിനോടൊപ്പം ഒരു വലിയ ജനസമുദായം അവരോടൊപ്പം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. എവിടെ പോയി അവരെല്ലാം? എവിടെ പോയി അവരെല്ലാം? ഇപ്പോൾ അവർക്ക് അന്ന് ഈ കുരിശിൻ്റെ കൂടെ പോകാനുള്ള അഭിഷേകം കിട്ടിയിട്ടില്ല. എന്നാൽ അന്ന് വരെ രഹസ്യമായിട്ടിരുന്ന് പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഓജസ് നേടിക്കൊടുത്തുകൊണ്ടിരുന്ന, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ ശരീരത്തിൻ്റെ ശരീരം, ഇതാണ് എൻ്റെ രക്തത്തിൻ്റെ രക്തം, ഇതാ അപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവിടെ യേശു കുരിശ് ചുമക്കുമ്പോൾ ഹൃദയത്തിൽ ആ കുരിശിൻ്റെ വേദനയും ഭാരവുമെല്ലാം താങ്ങിക്കൊണ്ട്, അതേ മകനെ, ഇത് ദൈവഹിതമാണ്, മുന്നോട്ട്, നമുക്ക് മുന്നോട്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ വിഷമിക്കണ്ട. ഹൃദയവും തമ്മിൽ ഒരുമിച്ചുകൊണ്ട് അമ്മയുടെ ആ സാമീപ്യം മകൻ മനസ്സിലാക്കുന്നു. മൗനമായിട്ട് രണ്ടുപേരുടെയും ഹൃദയത്തിൽ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ആരംഭത്തിലെ ഫുൾ കോണ്ടംപ്ലേഷനിലാണ്. ആരംഭത്തിലെ അവരുടെ ആത്മാവിൻ്റെ ഐക്യമാണ്. മറിയത്തിൻ്റെ ജനനത്തിൽ തന്നെ രക്ഷകൻ്റെ ആത്മാവ് മറിയത്തിൻ്റെ ആത്മാവുമായിട്ട് ലയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് മറിയം അമലോത്ഭവയായിട്ട് പിറന്നത്. ആ ആത്മീയ ശക്തിയാണ് മറിയത്തിന് എന്തും സ്വീകരിക്കാൻ തയ്യാറാക്കുന്നത്. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എൻ്റെ രക്ഷകന് വേണ്ടി എൻ്റെ രക്ഷകനറിയാത്ത ഒന്നുമുണ്ടാവില്ല. എൻ്റെ രക്ഷകനറിയാതെ എനിക്കൊരു മുട്ടുസൂരി പോലും എന്നെ കൊള്ളില്ല. ആ രക്ഷകനോടൊപ്പം ഇതാ സഹനം സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്നു. അങ്ങനെ ഇതാ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സ്വന്തം മകനെ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുന്നതും കഷ്ണമാക്കുന്നത് പോലെ
വേദനിപ്പിക്കുന്നതും കാർപ്പിച്ച് തുപ്പുന്നതും കണ്ടു നിൽക്കുന്നു. സ്വന്തം മകനെ തൻ്റെ കൺമുമ്പിലിട്ട് തല്ലിക്കൊല്ലുന്നത് കണ്ടു നിൽക്കുന്ന ഒരമ്മയുടെ കരുത്ത്. അതാണ് ഹീറോയിക് ഫെയ്ത്ത് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ റിഡംഡോറിസ് മാറ്റർ എന്ന ചാക്രിയ ലേഖനം, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനത്തിൽ പറഞ്ഞത്. ഷീ ഈസ് ദ മോഡൽ ഓഫ് ഹീറോയിക് ഫെയ്ത്ത്. ഹീറോയിക് ഫെയ്ത്ത് എന്നതിനർത്ഥം വീരോചിതമായ ഒരു വിശ്വാസമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അതാണ് മോഡൽ, ഒരു മോഡൽ ക്രിസ്ത്യൻ. ഈ പ്രകമ്പനം കൊള്ളുന്ന അവസ്ഥ, ഭൂമി കുലുങ്ങി, കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞെന്ന് നട്ടുച്ചയ്ക്കു സൂര്യനിരുണ്ടു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി, കുലുങ്ങാതെ അമ്മയിതാ സുതനോടൊപ്പം. കുലുങ്ങാതെ നിൽക്കുന്ന അമ്മ. എനിക്ക് ഇത് വലിയ ഒരു ശക്തിയാണ്. ഇത് ആത്മീയ വീര്യം നമുക്കിവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. കടൽ ഓരത്ത് വലിയ തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടലോരത്ത് അടിച്ചിറക്കിയിരിക്കുന്ന ഒരു വലിയ ഇരുമ്പ് കുറ്റി. കടലോരത്ത് അടിച്ചിറക്കിയിരിക്കുന്ന ഇരുമ്പ് കുറ്റിയിൽ തിരമാലകൾ ആഞ്ഞടിക്കും. എന്നാൽ ഇരുമ്പ് കുറ്റി അനങ്ങുമോ? ഇരുമ്പ് കുറ്റി അനങ്ങുന്നില്ല. തിരമാലകൾ തകർക്കപ്പെടുന്നു, തിരമാലകൾ ചിതറിക്കപ്പെടുന്നു. എത്ര വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാലും ഈ ഇരുമ്പ് കുറ്റിക്ക് ഒരനക്കവുമില്ല. തിരമാലകളെല്ലാം ചിതറിപ്പോകുന്നു. ഇതാണ് ക്രിസ്ത്യാനി. ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ആൻഡ് ദാറ്റ് ഈസ് മേരി. അതാണ് മാതാവ്. ആർത്തിരമ്പുന്ന ശോഭിച്ചു നിൽക്കുന്ന കടലിലെ ഏറ്റവും വലിയ തിരമാലകളായാലും അതിനെ ചെറുക്കുന്ന ഒരു ഇരുമ്പ് കുറ്റിയായിട്ട് നിൽക്കണം. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും അയ്യോ അവരെന്നോട് അങ്ങനെ പറഞ്ഞത് എനിക്കൊരു മുറിവായിട്ട് പോയി, എനിക്ക് പിന്നെ പ്രയാസമായി, ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് വിട്ടു പോയി, ഇപ്പോൾ പ്രാർത്ഥനയൊന്നുമില്ല, ഇവിടെ തന്നെ ഇരിക്കുക, അവരെന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞ്? നമ്മളെവിടെയാണ്? ആ അച്ഛൻ എന്നെ അങ്ങനെ പറഞ്ഞു, ആ കന്യാസ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് വലിയ മുറിവായി, അതുകൊണ്ട് ഞാനിപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകാറില്ല. എന്തിനാ വെറുതെ വല്ലയിടത്തും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണേ, ഇവിടെ കുത്തിയിരുന്നാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേർ ഈസ് യുവർ ഫെയ്ത്ത്? ഈശോ എപ്പോഴും പറയാറുള്ള ഒരിതാണ്, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിൻ്റെ വിശ്വാസം എവിടെയാണ്? അല്പവിശ്വാസി എന്നെല്ലാം ഈശോ പറയണതിൻ്റെ അർത്ഥം ഇന്നും ഉണ്ട്. ഈശോ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് നിൻ്റെ വിശ്വാസം? അതുകൊണ്ടാണ് ഈശോ ആ വിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കാണിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ്, ഇതാണ് എൻ്റെ അമ്മ. കണ്ടോ? ഇങ്ങനെ വേണം നിങ്ങളൊരു ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ. ഇതാണ് എൻ്റെ അമ്മ. ശരി, എന്നാ എൻ്റെ അമ്മേനെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇനി ഈ അമ്മേനെ കണ്ട് പഠിച്ചോ വിശ്വാസം. കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞെന്ന് നട്ടുച്ചയ്ക്കു സൂര്യനിരുണ്ടു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി, കുലുങ്ങാതെ അമ്മയിതാ സുതനോടൊപ്പം. സൂര്യനിരുട്ടു, ഭൂമി പ്രകമ്പനം കൊള്ളിച്ചു, ഭൂമി കുലുങ്ങി. എന്നാൽ മാതാവ് കുലുങ്ങുന്നില്ല. എന്തുകൊണ്ടാ? അതാണ് സഹനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി അമ്മ. കുരിശും ദുഃഖവെള്ളിയാഴ്ചയും സ്വീകരിച്ചാൽ മാത്രമേ ഉയർപ്പുള്ളൂ. മറിയത്തിന് ഉയർപ്പിൻ്റെ അനുഭവം അന്നേ ഉണ്ടായിരുന്നു. കാരണം മറിയത്തിൻ്റെ അമലോത്ഭവത എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ ആത്മാവിൻ്റെ സ്പർശനമാണ്. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് ജീവൻ അർപ്പിച്ചപ്പോൾ
ഒരച്ഛനോ അല്ലെങ്കിൽ മെത്രാനോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ രാജാക്കന്മാരോ ആരോ അല്ല യേശുവിനോടൊപ്പം മരിക്കാൻ വേണ്ടി യേശു തിരഞ്ഞെടുത്തത് 2 തടവുകാരെയാണ്. യേശു നിങ്ങളെപ്പോലെ തന്നെ ഒരു തടവുകാരനായി നിങ്ങളോടൊപ്പം മരിച്ചു. അപ്പോൾ യേശുവിൻ്റെ ഒരു പ്രധാന മരണവഴി ഇതാണ്: എടാ തടവുകാരാ, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. ഭയങ്കര ഭീകര വ്യക്തികളുടെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്ന അവിടെ കണ്ടു. 5 മിനിറ്റല്ലേ എടുത്തോളൂ ഇത് പറയാൻ. ആ ജയിലിൻ്റെ അധികൃതർ വരെ ആശ്ചര്യപ്പെട്ടാണ്, എങ്ങനെ ഇവരുടെ കൂടെ എന്തെല്ലാം തല പറഞ്ഞിട്ടും ഇവർ 1 മിനിറ്റ് ഇരുന്ന് കേൾക്കണുണ്ടോ? ഇവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീഴോ? അതില്ല. ഇതെങ്ങനെ 5 മിനിറ്റ് കൊണ്ട് സംഭവിച്ചു? കുരിശാണ് അവിടെ പ്രധാന വിഷയം അതാണ് കുരിശ്. നമ്മൾ എന്ന് കുരിശിനെ സ്വീകരിക്കുന്നുവോ അപ്പോഴേ നമ്മൾക്ക് അഭിഷേകം ഉണ്ടാകുകയുള്ളൂ. കുരിശ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൈദികരും സന്യസ്തരും ആയവർക്ക് കുരിശ് വളരെ പ്രത്യേക തരത്തിലാണ്. അവരുടെ അനുദിന ജീവിതം മുഴുവനും ഒരു കുരിശിലേക്ക് അവർ കൊടുത്തിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് 3 വ്രതങ്ങളും കൂടിയുണ്ട് അവർക്ക്. ആ 3 വ്രതങ്ങളുടെയും ആകത്തുക ആ കുരിശിൻ്റെ മേൽഭാഗത്തുള്ള 3 ഭാഗങ്ങളാണ്. ആ നെടുകയുള്ളതിന് 3 അറ്റങ്ങൾ വേറെ ഉണ്ടല്ലോ. ഒന്ന് അവരുടെ ദാരിദ്ര്യവ്രതം, മറ്റൊന്ന് ബ്രഹ്മചര്യം, മറ്റൊന്ന് അനുസരണം. ഈ 3 വ്രതങ്ങളും വാസ്തവത്തിൽ യേശു ജീവിതത്തിൽ സ്വീകരിച്ച പ്രധാന 3 ദൈവിക വ്രതങ്ങളാണ്. യേശു പിതാവിനോട് അനുസരണമുള്ളവനായിട്ടാണ് ജീവിച്ചത്. പൂർണ്ണ അനുസരണക്കേട് മൂലമുണ്ടായ പാപത്തെ തീർക്കാൻ വേണ്ടിയാണ് അവൻ അനുസരണമുള്ളവനായത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷാകര രഹസ്യത്തിലാണ് ഈ അനുസരണ വ്രതം പങ്കുചേരുന്നത്. അതുപോലെ തന്നെ യേശു ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ചു. ആ വ്രതത്തിലാണ് ഇവിടെ ബ്രഹ്മചര്യ വ്രതം എടുത്തിരിക്കുന്നവർ പങ്കുചേരുന്നത്. അതല്ലെങ്കിൽ ആ ബ്രഹ്മചര്യത്തിന് യാതൊരു അർത്ഥവുമില്ല, അങ്ങനെ സാധിക്കുകയുമില്ല. അത് സാധിക്കുന്നത് യേശുവിനോടൊപ്പം കുരിശിൽ യേശുവിൻ്റെ ഈ 3 വ്രതങ്ങളോട് ലയിച്ചിരിക്കുന്നത് കൊണ്ട് യേശുവിലൂടെയുള്ള ആത്മാവാണ് അതിന് അവർക്ക് ശക്തി നൽകുന്നത്. അതിൽ മറ്റൊന്നാണ് ദാരിദ്ര്യവ്രതം. രാജാതിരാജൻ പിറന്നു വീണത് ഒരു പുൽക്കൊഴുത്തിലാണ്. എന്തിനാ? വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? ഈ ദാരിദ്ര്യത്തിൻ്റെ ശക്തിയാണ്. നമ്മൾക്ക് ആവശ്യം ഇല്ലാത്തതിൽ കൂടുതൽ സ്വത്തോ എന്തൊക്കെ ധനസമ്പത്തോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ആത്മാവിനൊരു ഭാരമാണ്, ഒരു ഭാരം. ഒട്ടിയ വയറിനെ ഒട്ടാത്ത ആത്മാവുള്ളൂ. പക്ഷേ ഇന്ന് ഇതിൻ്റെ എല്ലാം സ്ഥാനം എവിടെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഒരിക്കൽ ഞാൻ സിസ്റ്റേഴ്സിന് ഒരു ധ്യാനം, ഫോർമേറ്റേഴ്സിന് ഒരു ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ ഫോർമേറ്റേഴ്സിന് ഈ സിസ്റ്റേഴ്സൊക്കെ ആവാൻ പഠിപ്പിക്കണ, അവർക്ക് ട്രെയിനിങ് കൊടുക്കണ ഒരു സിസ്റ്റർ അവർക്ക് വേണ്ടിയുള്ള ഇതാണ്. കാരണം ഇന്ന് ഒരുപാട് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും വളരെയധികം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാന കാരണം ഫോർമേഷൻ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. എന്താ പ്രധാന പ്രശ്നം? ഇപ്പോൾ ഇടുക്കിയിലെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ അവിടെ ഇവിടെയുള്ള ഗ്രാമത്തിൽ വളർന്ന പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന പെൺകുട്ടികളാണ് ദൈവവിളി സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നതോടുകൂടി അവരുടെ ദാരിദ്ര്യം കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ദാരിദ്ര്യം ശരിക്കും തീർന്നു. ഇപ്പോൾ എല്ലാ മഠമല്ലോട്ടെ, ഇവിടെയൊക്കെ ദാരിദ്ര്യമായിരിക്കും പല മഠങ്ങളിലും. മഠത്തിൽ ചേർന്ന് കഴിഞ്ഞതോടുകൂടി ദാരിദ്ര്യം കഴിഞ്ഞു. പിന്നെ അവിടെ ഇന്ന് എന്തുണ്ടാക്കണം? ഇപ്പോൾ സെമിനാരിയിൽ പഠിക്കുന്നിടത്താണ് എന്ത് വേണം, ചിക്കൻ ബിരിയാണി വേണോ, മട്ടൻ ബിരിയാണി വേണോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടാക്കി. ഇനി അതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പോകണമെന്നില്ല. അപ്പോൾ ദാരിദ്ര്യം തീർന്നു അവിടെ. ആ വളപ്പിൽ ഒരുപാട് സാധനങ്ങൾ വളപ്പിലുണ്ട്. ആ വളപ്പിൽ ആവശ്യമായിട്ടുള്ള സർവ്വത്തുമുണ്ട്. പറുദീസ അവിടെ തന്നെ. ഒരിടത്ത് പന്നി വളർത്തുന്നു, ഒരിടത്ത് കാള വളർത്തുന്നു, ഒരിടത്ത് പശു വളർത്തുന്നു, ഒരിടത്ത് ആട് വളർത്തുന്നു, ഒരിടത്ത് മുയൽ വളർത്തുന്നു, ഒരിടത്ത് പട്ടി വളർത്തുന്നു, ഒരിടത്ത് ഇതൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. എന്ത് വേണമെന്ന്? മുയലിനെ കൊല്ലണോ അതേ പന്നീനെ കൊല്ലണോ? ഇതാണ്.
പക്ഷെ ഇതിനെല്ലാം നടത്തുന്നതിന് ചില തിയോളജിയുമുണ്ട്. ഇതൊക്കെ വേണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് നഷ്ടമായി പോകരുത്, അതുകൊണ്ട് പന്നീനെ വളർത്തണം. അത് കഴിഞ്ഞാൽ ആ പന്നീനെ തിന്ന് വീണ്ടും വേസ്റ്റ് ആകുമ്പോൾ അതും അതിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം നഷ്ടപ്പെടുത്താൻ ചെയ്യണം. പക്ഷേ അവസാനം ഉണ്ടാവണം എന്താ? ഈ വ്രതങ്ങൾ ഓരോന്നോരോന്നായിട്ട് പന്നി തിന്നുകയാണ്. അപ്പോൾ ഈ വ്രതങ്ങൾക്ക് ഇത് അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും വേണ്ടി മാത്രമുള്ള വ്രതമൊന്നും അല്ലത്. ആ വ്രതം അല്ലെങ്കിലും അതിൻ്റെ ആത്മീയത എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ബാധകമാണ്. ആ വ്രതത്തിൻ്റെ ആത്മീയതയില്ലാത്ത വ്രതം കൊണ്ടൊരു പ്രയോജനവുമില്ല. വ്രതമെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തിൽ, ക്രിസ്തുവിൻ്റെ ബ്രഹ്മചര്യത്തിൽ, ക്രിസ്തുവിൻ്റെ അപ്പോൾ കുടുംബസ്ഥരെ സംബന്ധിച്ച് എന്താ ബ്രഹ്മചര്യം? കുടുംബസ്ഥരെ സംബന്ധിച്ച് കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധി പരിപാലിക്കുക എന്നുള്ളതാണ് വലിയൊരു വ്രതം. അതിന് പുറത്തുള്ള ആ ലൈംഗികമായ ആസക്തികളിലേക്ക് അവൻ പോകരുത്. എന്ന പോലെ തന്നെ നമ്മളുടെ ധനം ആവശ്യത്തിലേറെ സമ്പാദിക്കരുത്. ഒരു കാലത്ത് എനിക്ക് വളരെ വലിയ ഒരു സന്തോഷം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു, അത് മുഴുവനും പോയി, ബിസിനസ്സും തകർന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ. എല്ലാവരും എന്നെ കുറ്റം പറയണം, നീ ഈ ബൈബിളും ചുമന്നുകൊണ്ട് നടക്കണ കാരണമല്ലേ ഈ ബിസിനസ്സൊക്കെ ഇങ്ങനെ പോയത്. പക്ഷെ എന്നെ ഒരു വചനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പുറകെ വരാൻ. അപ്പം ഞാൻ ഇതെന്താ എന്നോട് ഇങ്ങനെ പറയണേ? അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവാണ്. എൻ്റെ കർത്താവേ നന്ദി, കാരണം എന്താ, എൻ്റെ അടുത്ത് വിൽക്കാനൊന്നുമില്ല. ഹല്ലേലൂയ. ഓ ദൈവമേ, നീ ഇതുപോലെ ഒരു അനുഗ്രഹം എനിക്ക് തന്നല്ലോ. അല്ല, അന്ന് എൻ്റെ അടുത്തൊരു 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഒരു പ്രയാസമായിരുന്നു എനിക്ക്. ദൈവരാജ്യത്തെപ്പറ്റി അത് വിറ്റിറങ്ങാൻ പറ്റുമോ എനിക്ക്? എൻ്റെ അടുത്ത് വിൽക്കാൻ ഒന്നുമില്ല. കുറേ മെഷീനറികൾ, കുറേ വെൽഡിങ് മെഷീൻ, വീഞ്ച്, ഡെറിക്കിങ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് വിട്ട് കളഞ്ഞു. അത് എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച യാത്ര ചെയ്യണം. അതെവിടെ? രാജസ്ഥാനിലൂടെ. അത് അവിടെ അങ്ങ് വിട്ടു കളഞ്ഞു. വിട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും വിട്ടു കളഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വസ്തുക്കളാണ്. പോയിക്കോട്ടെ, അത് പോയിക്കോട്ടെ, എനിക്ക് ദൈവരാജ്യം മതി. എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒന്നെന്താണ്? എനിക്ക് വിൽക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ആ കടമ്പ വളരെ എളുപ്പത്തിൽ കടന്നു. നോക്കിക്കോ വേണമെങ്കിൽ ഒരു കൈ. അതുകൊണ്ട് വലിയ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചിലവർ വന്നിട്ട് പറയും, എൻ്റെ ബ്രദറെ ഞങ്ങളാകെ തകർന്നിരിക്കുകയാണ്, എന്തു പറ്റി? ഭയങ്കര കടബാധ്യത. എത്രയുണ്ട്? 10 ലക്ഷം. എനിക്ക് 10 ലക്ഷമല്ലേ ഉള്ളൂ, ഞാൻ 25 ലക്ഷം കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പം അതിൻ്റെ അർത്ഥം തനിക്കിനി വിൽക്കണ്ടെന്നർത്ഥം. കർത്താവ് തൻ്റെ ആ പ്രശ്നം പകുതി പരിഹരിച്ചിരിക്കുന്നു. ഇനി ഇതിനൊന്ന് ന്യൂട്രലാക്കി കിട്ടിയാൽ മതി, ഇല്ലേ? ഇന്നലെ ആരോ പറയണ കേട്ടു, ഇവിടെ കടബാധ്യതക്കാർക്ക് പ്രത്യേക ധ്യാനമുണ്ടെന്ന്. ഇപ്പോൾ ഈ കടബാധ്യത എന്തിനാണ് കർത്താവ് ഉണ്ടാക്കിയേക്കണത്? ഇനി നീ വിൽക്കാൻ കഷ്ടപ്പെടണ്ട. പക്ഷെ ഇതൊന്ന് തടിയൂരണ്ടേ, അല്ലെങ്കിൽ വഴിയിൽ പോകുമ്പോൾ ആൾക്കാർ പിടിച്ചു നിർത്തൂലേ അതിന്. പക്ഷെ അത് കർത്താവ് തരണമെന്നുണ്ടെങ്കിൽ ഇത് സമ്മതിക്കണം. ഇത് സമ്മതിക്കുകയാണ്. ശരി കർത്താവേ, ഞാൻ സമ്മതിച്ചിരിക്കണം, ഇനി എനിക്ക് പൈസ ഒന്നും വേണ്ട. എനിക്ക് പക്ഷേ ഈ കൊടുക്കാനുള്ളവർക്കൊന്ന് കൊടുക്കാനായിട്ട്, അതിപ്പോൾ നമ്മൾ വാക്ക് പറഞ്ഞേക്കണമല്ലേ, അത്രയും കിട്ടിയാൽ മതി. അത് കിട്ടും, അപ്പം കിട്ടും, തരും, ധൈര്യമായിട്ടിരുന്നു. പക്ഷേ എന്ത് സമ്മതിക്കണം? ദുഃഖവെള്ളിയാഴ്ചയെ സ്വീകരിക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് കിട്ടും ഉയർപ്പ്. ഈ കടമൊക്കെ കർത്താവ് സെറ്റിലായി കഴിയുമ്പോൾ ബൈബിൾ കൊടുത്ത് നമുക്ക് ഇറങ്ങാൻ സുഖമായിട്ട്. അപ്പോൾ ഈ ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ കടബാധ്യതകളൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പൈസ ഒന്നും തേടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പൈസ വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പണ്ടേ മുതലേ എനിക്കുള്ളൊരു നല്ല സ്വഭാവമോ ചീത്ത സ്വഭാവമോ പൈസ വരണേക്കും മുമ്പ് അങ്ങ് ചിലവാക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് കടം കയറണത്, ഇല്ലേ?
പൈസ കിട്ടണേക്കിന്നിപ്പോൾ നമ്മുടെ ഇവിടെ സാധാരണ പതിവല്ലേ, പറ്റുപടി ഉണ്ടല്ലോ കടകളിലേക്ക്. അപ്പോൾ നമ്മൾ ശമ്പളമുള്ളവരും 25-ാം തീയതി ആകുമ്പോൾ ശമ്പളം കഴിഞ്ഞ് പിന്നെ കടക്കാർക്ക് നല്ല ഇഷ്ടമാണ്, മേടിച്ചോ 1-ാം തീയതി കിട്ടുമല്ലോ. നമ്മുടെ കുരിശ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ ആത്മീയത, യേശുവിൻ്റെ ഈ ആത്മീയതയിൽ പങ്കുചേരണം. യേശുവിന് ആത്മീയതയുടെ ഒരു ഭാഗമാണ് ഈ 3 വ്രതങ്ങൾ. ആ 3 വ്രതങ്ങളെ വ്രതമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അതിൻ്റെ ആത്മീയത നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾക്ക് കുറച്ചൊക്കെ ദാരിദ്ര്യം വേണം, ആ ദാരിദ്ര്യത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം. ഈ ഉപവാസമെല്ലാം നടത്തുമ്പോൾ ശരിക്കും നമ്മൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉപവസിക്കേണ്ടത്. ചുമ്മാ അങ്ങ് ഉപവസിച്ചാൽ പോരാ, ഇതിൻ്റെ എല്ലാം ഉൾക്കൊള്ളണം. അതല്ലേ ഫ്രാൻസിസ് അസീസി പറയാറുള്ളത്, ദാരിദ്ര്യത്തിന് എന്താ പറയാറുള്ളത്? മണവാട്ടി എന്നാണ്. മണവാട്ടി ദാരിദ്ര്യം, മൈ ലേഡി പോവർട്ടി എന്ന് പറഞ്ഞത്. ദാരിദ്ര്യത്തിനെ ഞാൻ വിവാഹം ചെയ്തിരിക്കണം, ദാരിദ്ര്യത്തിനെ വിവാഹം ചെയ്തിരിക്കുന്നു, ദാരിദ്ര്യം എൻ്റെ മണവാട്ടിയാണെന്ന്. ഓ ലേഡി പോവർട്ടി, ഓ ബ്രദർ ഡെത്ത്, ഐ ലവ് യു. ബ്രദർ ഡെത്ത്, ഐ ലവ് യു. ബ്രദർ ഡെത്ത്, ഐ ലവ് യു. ഓ ബ്രദർ സൺ, ഐ ലവ് യു. സിസ്റ്റർ മൂൺ, ഐ ലവ് യു. മനസ്സിലായ? സർവ്വതും ദൈവം സൃഷ്ടിച്ചതെല്ലാം നമ്മുടെ സഹപാഠി എന്ന മാതിരി തന്നെ ദൈവം തന്നെ ഉണ്ടാക്കിയ ഒന്നാണ് ദാരിദ്ര്യം.